ഇതാണ് 3000 രൂപയുടെ ഫോർച്യൂണിംഗ് എന്ന ബ്രാൻഡിന്റെ ഓട്ടോമാറ്റിക് വാച്ച്. ഈ വാച്ച് നിങ്ങൾ വാങ്ങണോ വേണ്ടയോ? ഹായ് ഗായ്സ്, ദിസ് ഈസ് സെഫിനാം. യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. ഫോർച്യൂണിംഗ് എന്ന ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ വില കുറഞ്ഞ ഓട്ടോമാറ്റിക് വാച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ പേരായിരിക്കും നിങ്ങൾ കാണുക. ഫോർച്യൂണിംഗ് എന്നത് ഒരു 20 വർഷം വാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഇവർക്ക് ലോകമെമ്പാടും ഓട്ടോമാറ്റിക് വാച്ചസ് ടോപ്പ് സെല്ലിംഗ് അവാർഡ്സ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ടിന്നർ, ജിയാക്സിംഗ് എന്നീ ബ്രാൻഡുകളെല്ലാം ഈ ഫോർച്യൂണിംഗ് എന്ന ബ്രാൻഡിന്റെ സിസ്റ്റേഴ്സ് ബ്രാൻഡ്സ് ആണ്. 3000 രൂപയുടെ ഫോർച്യൂണിംഗ് എന്ന ഈ ബ്രാൻഡിന്റെ ഈ ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്റെ യൂസർ എക്സ്പീരിയൻസും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പാക്കിങ്ങിലൂടെയാണ് ഈ ബ്രാൻഡിന്റെ വാച്ച് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നത്. ഈ ബ്രാൻഡിന്റെ ഈ ഒരു വാച്ച് ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഫോർച്യൂണിംഗ് വാച്ച് കമ്പനി എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വാച്ചിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡൻ ബോക്സ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു പേപ്പർ ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പോഞ്ച് നമുക്ക് കാണാം. വാച്ചിന് യാതൊരു പ്രശ്നങ്ങളും വരാതെ നമ്മുടെ കൈകളിലേക്ക് കൊറിയർ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വാച്ചിനൊപ്പം ക്ലീനിങ് ക്ലോത്ത് ഉണ്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ കാണുന്നില്ല. ഇത് ബില്ലായിരിക്കാം. തുറന്നു നോക്കാം. യെസ്, ഇത് ബില്ലാണ്. ഈ ഒരു വാച്ച് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പൂനെയിൽ നിന്നാണ്. രാജ് നെറ്റ് റീറ്റെയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ഈ വാച്ച് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാച്ചിന്റെ ഒരു മാനുവൽ കാണാം. ഈ മാനുവലിൽ ഈ വാച്ച് എങ്ങനെ വൈൻഡ് ചെയ്യാം, ഈ വാച്ചിന്റെ ഓട്ടോമാറ്റിക് ഫങ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെ ടൈം സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂസർ മാനുവലിലും ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഇതാണ് നമ്മുടെ വാച്ചിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു കവറിലെല്ലാം ഇട്ടിട്ടാണ് ഈ വാച്ച് വരുന്നത്. നമുക്ക് ഈ വാച്ച് എടുത്തു നോക്കാം. യെസ്, ഇതാണ് ഫോർച്യൂണിംഗ് എന്ന ബ്രാൻഡിന്റെ ഓട്ടോമാറ്റിക് വാച്ച്. ഈ വാച്ചിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കെൽറ്റൻ വാച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഈ വാച്ച് കാണുമ്പോൾ തന്നെ. ഈ വാച്ചിന്റെ ഡയലില് ഒരു വൈറ്റ് കളർ ഡയൽ കാണാം. ആ ഡയലില് സ്കെൽറ്റൻ കൊടുത്തിരിക്കുന്നു. ആ ഡയലിന് ചുറ്റിലുമായിട്ട് സ്റ്റിക്ക് അവർ മാർക്കേഴ്സ് ഗോൾഡിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്സ് ആണെങ്കിലും ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ആ ഹാൻഡ്സിൽ ലൂമിനിസൻ കോട്ടഡ് ആണ്. വാച്ചിന്റെ ഡയലിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഫോർച്യൂണിംഗ് എന്ന ബ്രാൻഡിങ്ങും അതിന്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ഗോൾഡ് ഫിനിഷിലുള്ള ഒരു കേസ് ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ലൈൻ പോലുള്ള ഒരു ഡിസൈനില് ഒരു ബെസലും കൊടുത്തിട്ടുണ്ട്. 2 പുഷേഴ്സും ഒരു ക്രൗണുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൗൺ നമ്മൾ ഓപ്പൺ ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഈ പുഷേഴ്സ് പോർഷനിലേക്ക് വരുമ്പോൾ പുഷേഴ്സ് ഡമ്മിയാണ് ഗൈസ്. പുഷേഴ്സ് ഡമ്മിയാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതൊരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ബ്രാൻഡ് പുഷേഴ്സ് വെച്ചിരിക്കുന്നത്. നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കേസ് ത്രൂ കേസ് ബാഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രാൻസ്പാരന്റ് കേസ് ബാഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 30 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു കേസ് ബാക്കിലൂടെ ഈ വാച്ചിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് മൂവ്മെന്റിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിലുള്ള ആ ഒരു ഓട്ടോമാറ്റിക് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ട്രാപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു അലിഗേറ്റർ ലെതർ സ്ട്രാപ്പിന്റെ ടെക്സ്ചർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സാധാരണ അലിഗേറ്റർ ലെതർ സ്ട്രാപ്പിൽ പ്രീമിയം എക്സോട്ടിക് വാച്ചുകളിലാണ് ഇങ്ങനെ ഒരു ടെക്സ്ചർ കാണാൻ കഴിയുന്നത്. ആ ഒരു ടെക്സ്ചർ ലെതർ സ്ട്രാപ്പിൽ കൊടുത്തിരിക്കുകയാണ്. ആ ലെതർ സ്ട്രാപ്പിന് ചുറ്റുമായിട്ട് ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. കേസിന് യെല്ലോ ഗോൾഡ് കളർ ആണെങ്കിൽ ഈ വാച്ചിന്റെ ബക്കിള് സിൽവർ കളേർഡാണ്. അതുകൊണ്ട് തന്നെ ഈ വാച്ച് നമ്മൾ കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ വാച്ചിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഒരു വില കുറഞ്ഞ ഒരു സ്കെൽറ്റൻ വാച്ചാന്ന് മനസ്സിലാവും. കാരണം ബക്കിളിനും കേസിനും രണ്ടും 2 കളറാണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. സ്ട്രാപ്പില് ജെന്യൂൻ ലെതർ എന്നും ഫോർച്യൂണിംഗ് ബ്രാൻഡിന്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിൽ ഫോർച്യൂണിംഗ് വാച്ച് കമ്പനി ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാച്ചിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 45mm
ഓട്ടോമാറ്റിക് വുമൻ വാച്ചാണ്. 30 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത് മിനറൽ ഗ്ലാസ് ആണ്. 1 ഇയർ ഡൊമസ്റ്റിക് വാറന്റി ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. വാറന്റി പീരീഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരികയാണെങ്കിൽ അവർ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വാറന്റിയും ബ്രാൻഡ് നൽകുന്നുണ്ട്. ഈ ഒരു വാച്ചിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 8,999 രൂപയാണ് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഓഫറിൽ 3,053 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാച്ച് നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബെന്നിയർ എന്ന ബ്രാൻഡിന്റെ ഒരു വാച്ച് അൺബോക്സ് ചെയ്യുകയുണ്ടായിരുന്നു. അതും ഒരു ഓട്ടോമാറ്റിക് വുമൻ വാച്ച് ആയിരുന്നു. ആ ഒരു വാച്ചുമായിട്ട് ഈ ഒരു വാച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു വാച്ചിനാണ് ക്വാളിറ്റി കൂടുതൽ എന്ന് തോന്നുന്നത്. കാരണം ഈ ഒരു വാച്ചിന് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ എല്ലാം ഉണ്ടെങ്കിലും ഈ വാച്ചിന് ഒരു ക്വാളിറ്റി ഫിനിഷ് ഈ വാച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിനു പുറമെ ഈ വാച്ച് മേടിച്ചിരിക്കുന്നവരുടെ റിവ്യൂ സെക്ഷനും ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ ആളുകൾക്ക് ഈ വാച്ചിനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. എന്നാൽ ഫോഴ്സണിങ് എന്ന ഈ ബ്രാൻഡിന്റെ മറ്റ് വാച്ചസ്, മറ്റ് ഡിസൈനിലുള്ള വാച്ചസ് എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വാച്ചസിന്റെ റിവ്യൂ നോക്കി നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഈ ഒരു വാച്ചിൽ കൊടുത്തിരിക്കുന്നത് ഒരു ചൈനീസ് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ആണ്. അതിന് പുറമെ ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. ഈ ഒരു വാച്ചിന്റെ ആഫ്റ്റർ സർവീസിനെ കുറിച്ച്, അതായത് 1 ഇയർ കഴിയുമ്പോൾ ഈ വാച്ചിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ ഈ വാച്ച് എങ്ങനെ സർവീസ് ചെയ്തെടുക്കുമെന്ന് ഞാനൊരു സ്വിസ് ടെക്നീഷ്യനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ളൊരു വാച്ച് മേടിക്കുക, അല്ലെങ്കിൽ ഈ വാച്ചിൻ്റെ വില കുറയുമ്പോൾ ഈ വാച്ച് മേടിക്കുക, അതിൻ്റെ മൂവ്മെൻ്റ് എടുത്ത് ഈ വാച്ചിൽ ഫിറ്റ് ചെയ്യുക. അതാണ് അദ്ദേഹം പറഞ്ഞ സൊല്യൂഷൻ. കാരണം ഇത്തരത്തിലുള്ള വാച്ചസ് എല്ലാം ചൈനീസ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും അതിന് ടെക്നീഷ്യന്മാർ മുതിരാറില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫോഴ്സണിങ് എന്ന ഈ ബ്രാൻഡിന്റെ ഈ വാച്ച് നിങ്ങൾ വാങ്ങണോ വേണ്ടയോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ 3000 രൂപയ്ക്ക് താഴെ പ്രൈസിങ്ങിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാച്ച് മേടിക്കാം. എന്നാൽ നിങ്ങൾക്ക് മറ്റ് ചില വാച്ചുകൾ ഉണ്ടെന്നിരിക്കെ ഈ ഒരു ഓട്ടോമാറ്റിക് വാച്ച് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന ഒരു രീതിയിൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഈ ഒരു വാച്ചിന്റെ റിവ്യൂ സെക്ഷനിൽ മറ്റു ചിലർ കമന്റ് ചെയ്തതായി ഞാൻ കണ്ടത്, ഈ വാച്ച് കുറച്ച് നാൾ യൂസ് ചെയ്തവർക്ക് ഈ വാച്ചിന്റെ ഈ ഒരു കേസിലുള്ള ഗോൾഡൻ കളറിന്റെ കളർ ചേഞ്ച് ആവുന്നു, അത് അപ്പോൾ ഒരു വൾഗർ ഫീലാണ് കയ്യിൽ കെട്ടുമ്പോൾ എന്നാണ് പല റിവ്യൂസിലും എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ 3000 രൂപയുടെ ഓട്ടോമാറ്റിക് വാച്ചിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. അപ്പോൾ ഇതുപോലുള്ള വാച്ച് റിവ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു G-Shock വാച്ചിന്റെ ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ഒരു ഗിവ് അവേയിൽ ഈ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ആ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ഇതിനു മുമ്പത്തെ ഒരു റിംഗ് വാച്ചിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലും ഒരു സെപ്പറേറ്റ് ഗിവ് അവേ നടക്കുന്നുണ്ട്, ഒരു റിംഗ് വാച്ചിന്റെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ, ആ വീഡിയോയിൽ കമന്റ് ചെയ്തോളൂ, ആ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വാച്ച് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.